സഹകരണ മേഖലയിൽ നിക്ഷേപ പലിശ നിരക്ക് വർദ്ധിപ്പിക്കാൻ തീരുമാനം. പുനർഗേഹം പദ്ധതിയിലെ 355 ഗുണഭോക്താക്കൾക്കുള്ള ആനുകൂല്യം 4 ലക്ഷം രൂപയാക്കി. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനീകം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. സഹകരണ മേഖലയിൽ നിലവിലുള്ള നിക്ഷേപ പലിശ നിരക്ക് വർദ്ധിപ്പിക്കാൻ തീരുമാനം. സഹകരണ മന്ത്രി VN വാസവന്റെ അധ്യക്ഷതയിൽ ചേർന്ന പലിശ നിർണ്ണയം സംബന്ധിച്ച ഉന്നതതല യോഗത്തിന്റേതാണ് തീരുമാനം. ദേശസാൽകൃത ബാങ്കുകളിലെയും ഇതര ബാങ്കുകളെക്കാളും സഹകരണ ബാങ്കുകളിലെ പലിശ സഹകരണ ബാങ്കുകളിലെ നിക്ഷേപകർക്ക് ലഭ്യമാക്കും വിധമാണ് പലിശ നിരക്ക് ക്രമീകരിച്ചിരിക്കുന്നത്. പുനർഗേഹം പദ്ധതിയുടെ സർവേ ലിസ്റ്റിൽ ഉൾപ്പെട്ടതും സുരക്ഷിത മേഖലയിൽ സ്വന്തമായി ഭൂമി ഉള്ളവരുമായ 355 ഗുണഭോക്താക്കൾക്ക് മാർഗനിർദ്ദേശത്തിൽ ഭേദഗതി വരുത്തി ഭവന നിർമ്മാണ ആനുകൂല്യം നൽകുവാൻ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. പുനർഗേഹം പദ്ധതിക്കായി ഭരണാനുമതി നൽകിയിട്ടുള്ള 2450 കോടി രൂപയിൽ നിന്ന് 4 ലക്ഷം രൂപ വീതമാണ് നൽകുക. നഷ്ടത്തിലോടുന്ന KSRTC ട്രിപ്പുകൾ നിർത്തലാക്കുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. നഷ്ടത്തിന് കാരണം സമയക്രമമാണെങ്കിൽ അത് പരിഹരിക്കും. ഇതിന്റെ ഭാഗമായി ഉൾനാടുകളിലേക്കുള്ള സർവീസ് നിർത്തില്ല. പൊതുഗതാഗത രംഗം പരിഷ്കരിക്കും. അതിനുള്ള നടപടി ആരംഭിച്ചു. ട്രാഫിക് നിയമലംഘനം കണ്ടെത്താൻ AI ക്യാമറ സംവിധാനം സ്ഥാപിച്ച വകയിൽ കെൽട്രോൺ നൽകാനുള്ള തുക നൽകും. ഇത് സംബന്ധിച്ച് ധനവകുപ്പ് സെക്രട്ടറിയുമായും മന്ത്രിയുമായും സംസാരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ സംസ്ഥാനത്ത് 3 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് നൽകി. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്. തെക്ക് കിഴക്കൻ അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദത്തിന്റെയും അതുമായി ബന്ധപ്പെട്ട വടക്കൻ കേരള തീരത്ത് സമീപമുള്ള ന്യൂനമർദ്ദ പാത്തിയുടെയും സ്വാധീനത്തിൽ അടുത്ത 4 ദിവസം കേരളത്തിൽ സാധാരണ മഴയ്ക്ക് സാധ്യതയുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തി. തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ BJP സംഘടിപ്പിച്ച സ്ത്രീ ശക്തി മോഡിക്കൊപ്പം മഹിളാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനാണ് മോഡി തൃശൂരിലെത്തിയത്. സമ്മേളനത്തിന് മുന്നോടിയായി നടക്കുന്ന റോഡ് ഷോയിലും മോഡി പങ്കെടുത്തു. ഇറാനിൽ ഇരട്ട ബോംബ് സ്ഫോടനത്തിൽ 100-ലധികം പേർ കൊല്ലപ്പെട്ടു. 170ഓളം പേർക്ക് പരിക്കേറ്റതായാണ് വിവരം. ഇറാൻ ജനറലായിരുന്ന ഖാസിം സുലൈമാനിയുടെ ശവകുടീരത്തിന് സമീപത്താണ് സ്ഫോടനം നടന്നത്. ഖാസിം സുലൈമാനിയുടെ ചരമവാർഷികവുമായി ബന്ധപ്പെട്ട് നടന്ന പരിപാടിക്കിടെയായിരുന്നു സ്ഫോടനം. 2020-ൽ US-ന്റെ ഡ്രോൺ ആക്രമണത്തിലായിരുന്നു സുലൈമാനി കൊല്ലപ്പെട്ടത്. പ്രതിമാസം 15,000 ലിറ്ററിൽ താഴെ ഉപഭോഗമുള്ള PPL വിഭാഗത്തിൽപ്പെടുന്ന ഉപഭോക്താക്കൾക്ക് സൗജന്യ കുടിവെള്ളം ലഭിക്കാൻ ഈ മാസം 31 വരെ വാട്ടർ അതോറിറ്റി സെഷൻ ഓഫീസുകളിലോ ഓൺലൈൻ വഴിയോ അപേക്ഷ നൽകാം. പുതുതായി ആനുകൂല്യം ലഭിക്കേണ്ടവർ മാത്രം അപേക്ഷിച്ചാൽ മതി. നിലവിൽ ആനുകൂല്യം ലഭിക്കുന്നവർ വീണ്ടും അപേക്ഷിക്കേണ്ടതില്ലെന്നും അധികൃതർ അറിയിച്ചു. പത്തനംതിട്ടയിൽ മുക്കൂട്ടുതറയിൽ നിന്ന് 5 വർഷം മുമ്പ് കാണാതായ ജസ്ന എവിടെയെന്ന് CBI കണ്ടെത്തുമെന്ന് മുൻ DGP ടോമിൻ J തച്ചങ്കരി. അന്വേഷണ സമയത്ത് ലീഡുകൾ കിട്ടിയിരുന്നുവെന്നും കോവിഡ് കാലത്ത് അന്വേഷണം നിലയ്ക്കുകയായിരുന്നുവെന്നും തച്ചങ്കരി പറഞ്ഞു. ശബരിമലയിലെ തിരക്ക് നിയന്ത്രണത്തിന് സ്വീകരിച്ച നടപടികൾ അറിയിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. പോലീസിനോടും ജസ്റ്റിസ് അനിൽ K നരേന്ദ്രൻ, ജസ്റ്റിസ് G ഗിരീഷ് എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് റിപ്പോർട്ട് തേടിയത്. ശബരിമലയിലെ തിരക്കുമായി ബന്ധപ്പെട്ട ഹർജിയാണ് കോടതി പരിഗണിച്ചത്. 1 ലക്ഷത്തിലധികം ആളുകൾ കഴിഞ്ഞ ദിവസം ദർശനം നടത്തിയതായി ദേവസ്വം ബോർഡ് അറിയിച്ചു. വാഹനങ്ങളുടെ തിരക്കും മറ്റ് ക്രമസമാധാന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഇടുക്കി, കോട്ടയം പോലീസ് മേധാവികളോടാണ് കോടതി റിപ്പോർട്ട് തേടിയത്. നാളെ ഹർജി വീണ്ടും പരിഗണിക്കും. MP സ്ഥാനത്ത് നിന്ന് അയോഗ്യയാക്കിയത് ചോദ്യം ചെയ്ത് തൃണമൂൽ കോൺഗ്രസ് നേതാവ് മഹുവ മൊയ്ത്ര നൽകിയ ഹർജിയിൽ ലോക്സഭാ സെക്രട്ടറി ജനറലിന് നോട്ടീസ് അയച്ചു സുപ്രീം കോടതി. മഹുവയുടെ ഹർജി വിശദമായി പരിശോധിക്കുമെന്ന് കോടതി പറഞ്ഞു. എന്നാൽ സഭാ നടപടികളിൽ പങ്കെടുക്കാൻ മഹുവയ്ക്ക് കോടതി അനുവാദം നൽകിയില്ല. കേസ് വാദം കേൾക്കാനായി മാർച്ചിലേക്ക് മാറ്റി. ജനീകം ഓൺലൈൻ മോജോ ന്യൂസിൽ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും ജനത്തിന്റെ വെബ്സൈറ്റ്, YouTube ചാനൽ സന്ദർശിക്കുക.